ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ മോളെ വിശേഷമാണ് കേട്ടോ. ഹസ്ബൻഡ് ഇതാ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്തു വെക്കുക കേട്ടോ. മോൾക്ക് സ്കൂളില്ല കേട്ടോ, ഒന്ന് മെഹ്റാജ് ആയതുകൊണ്ട്. അപ്പൊ നമ്മള് മെഹ്റാജ് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മളെ മെഹ്റാജ് നോമ്പിന്റെ നോമ്പാണ് കേട്ടോ. അപ്പൊ നോമ്പ് തുറക്കാനുള്ള വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഞാനിത് ആദ്യം തന്നെ കുറച്ച് മുന്തിരി എടുത്ത് കഴുകി നന്നായി കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. ഇത് തിളച്ചതിന് ശേഷം കേട്ടോ നമുക്ക് ജ്യൂസ് അടിക്കേണ്ടത്. അപ്പൊ അതവിടെ തിളച്ച് വരട്ടെ. അപ്പൊ ഞാനിത് പത്തിരിക്കുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ഈ പത്തിരിക്കുള്ള വെള്ളം ഞാൻ 3 ഗ്ലാസ് വെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ 2 ഗ്ലാസ് പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഞാനിതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിതാ തൊലിച്ചെടുക്കാട്ടോ ചെയ്യണത്. ഇതിൽ വെളുത്തുള്ളി തൊലിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ചെറിയ വെളുത്തുള്ളി കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതാ ഉള്ളി തൊലിക്കലൊക്കെ കഴിഞ്ഞു. നമ്മുടെ മുന്തിരി അവിടെ നന്നായിട്ട് തിളച്ചൊരു ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനൊന്ന് ഇറക്കി വെക്കാണ്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും പത്തിരിക്കുള്ള പൊടിക്ക് വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ വാട്ടിയെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പൊ ഇതിന്റെ മോളുമാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. എനിക്ക് മെഹ്റാജിന് സ്കൂൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാനും ഇന്ത്യയൊക്കെ വിശേഷങ്ങളായിട്ടാട്ടോ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാ മാവൊക്കെ ആയിട്ടുണ്ട്. ഞാനിതാ എന്നത്തെ പോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈ ചൂടോടെ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കണത്. ചൂടാറാനൊന്നും വെക്കണില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാവ് കുഴച്ചെടുക്കാൻ കഴിയും. പിന്നെ ഈ മാവ് നന്നായിട്ട് ചൂട് പോവാതെ തന്നെയാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കണത്. ഇത് അറിയാത്തവർക്ക് പറയാം കേട്ടോ. അപ്പൊ നമ്മളെ മാവൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട്. പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കട്ടോ പത്തിരി. പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ആരും. കാരണം എന്താ വെച്ചാൽ സിമ്പിളായിട്ട് പത്തിരി ഉണ്ടാക്കട്ടോ നമുക്ക്. അറിയാത്തവർക്കൊക്കെ നമ്മളെ മാവ് ഉണ്ടാക്കണ്ട ബോളുകളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കാട്ടോ ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ. നമ്മൾ ബോൾ ഉണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ പ്രസ്സിൽ അമർത്തി കൊടുക്കാം, ബോൾ ഉണ്ടാക്കാതെ അമർത്തി കൊടുക്കാം, ഒക്കെ ചെയ്യട്ടോ. അപ്പൊ നെയ്സ് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. എല്ലാവർക്കും അറിയാത്തവരൊന്നല്ല കേട്ടോ. എന്നാലും ചിലവർക്കൊക്കെ അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ നെയ്സ് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവര്. അപ്പൊ മോൾട്ടിക്കൊരാഗ്രഹം കേട്ടോ. ഓള് എനിക്ക് വീഡിയോ എടുത്ത് തരുമ്പോ ഓൾക്കൊന്ന് പ്രസ്സിൽ പരത്തണം, ഒന്ന് അമർത്തണം, ഓളെ വീഡിയോ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടോ എൻ്റെ കൂടെ ഇപ്പൊ ഈ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രസ്സിൽ അമർത്താൻ കേട്ടോ. ഓൾക്കിന്ന് പത്തിരി പരത്താനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നോട്. അതൊക്കെ വീഡിയോ എടുക്കണമെന്ന്. അപ്പൊ മോട്ടിട്ട് പരത്തിയതാണ് കേട്ടോ. ഓളെ കുഞ്ഞിക്കൈ കൊണ്ട് പരത്തിയിട്ട് ചെറുതായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒന്നും കൂടി അത് അമർത്തി കൊടുക്കാട്ടോ ചെയ്യുന്നത്. നമുക്ക് പ്രസ് ഇങ്ങനെ അമർത്താൻ കഴിയണില്ല കേട്ടോ. അപ്പൊ ഇനി പരത്തിയാണ് കേട്ടോ. ഞാനൊന്ന് പരത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പരത്തുന്നത്. അത് ഓൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ ഈ പത്തിരിക്കുഴയില്. അപ്പൊ ഇനി ഓള് പത്തിരി പരത്തി നോക്കാൻ കേട്ടോ. പത്തിരി പരത്താൻ കുട്ടിയാകുമ്പോഴേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു പത്തിരിക്കുഴയിലും ഒരു മാവ് ഓൾക്കാണ് കൊടുക്കട്ടോ ചെയ്യാറുണ്ടായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോ തന്നെ. അപ്പൊ ഇങ്ങനെ പത്തിരി പരത്തിനൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അപ്പൊ ഇതൊക്കെ ചെയ്യണത്. അവളെ പത്തിരി എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ. ഓള് പരത്തിയ പത്തിരി എങ്ങനെയുണ്ട് എന്ന്.
അപ്പൊ മോള് പരത്തിയ പത്തിരി പരന്ന് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ അതൊന്നും കൂടി എടുത്ത് പരത്തട്ടോ. ഇത് മോളിന്റെ കുഴലാണ്ടോ, മോളോന് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്ടോ മോൾട്ടിക്ക്. എനിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ, ആ പത്തിരി പരത്തുന്ന ആ കുഴല്. എനിക്ക് എപ്പോഴും ഇങ്ങനത്തേതായി ഒരു പീസാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ പത്തിരിക്കുഴലിൽ നിന്ന് തന്നെയാണ് കേട്ടോ അതിന് പറയണത്. നിങ്ങൾക്ക് ഒരു പൈപ്പിന്റെ ഈ ഒരു കഷ്ണം കേട്ടോ എനിക്ക് നല്ല സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ മോൾട്ടിയുടെ പത്തിരിയാണ് കേട്ടോ, ഏകദേശം ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ പുതിയ വാങ്ങിയതാണ് കേട്ടോ ഈ പത്തിരി പരത്തുന്ന. എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് എപ്പോഴും ഒരു നനച്ചുള്ളി ഉണ്ടാവും. അപ്പൊ ഞാൻ മഴയത്ത് നനച്ചുള്ളി ഉണ്ടാക്കിയപ്പോ എനിക്ക് എപ്പോഴും നനച്ചുള്ളി പണി ഉണ്ടാവും കേട്ടോ. അതിലിടക്ക് മഴയത്ത് നനച്ചുള്ളിപ്പണി എടുത്തതിന് ശേഷം ഇതിന്റെ പത്തിരി പരത്തുന്നത് ചെതല് പിടിച്ചു പോയിട്ടോ. പിന്നെ നമ്മളിപ്പോ ഇത് വേറെ വാങ്ങിയതാണേ. അപ്പൊ ഞാൻ പത്തിരി പരത്താണ്ടോ, പത്തിരി പരത്താൻ അറിയാത്തവരൊന്ന് കണ്ടു നോക്കിട്ടോ ഈ വീഡിയോ. സിമ്പിളായിട്ട് പരത്തിയെടുക്കാട്ടോ. പത്തിരി പരത്താനും നമ്മളെ മാവ് നമ്മള് വാട്ടുന്നത് ശരിയായാൽ മതി. അപ്പൊ നമ്മളെ പത്തിരി എല്ലാം ഉഷാറാവും കേട്ടോ. നമ്മളെ വെള്ളം അതൊക്കെ ആയ അപ്പൊ അങ്ങനെ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെയൊക്കെ ഒന്ന് ശരിയാക്കി നമ്മളെ പത്തിരി ചുട്ടെടുക്കണം. അപ്പൊ നമ്മൾ വലിയ ചട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത്, ഈ നോൺ സ്റ്റിക്കിന്റെ ചട്ടി. ഇതിൽ നമുക്ക് പെട്ടെന്ന് എത്ര വേണമെങ്കിലും പെട്ടെന്ന് ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ. പത്തിരി നമ്മള് ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും അത്ര പണിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ നെയ്സ് പത്തിരി ഉണ്ടാക്കാം. എനിക്ക് ഇവിടെ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിങ്ങനെ പ്രസ്സിൽ അമർത്തുന്ന പത്തിരി അല്ല കേട്ടോ ഇഷ്ടം. ഞങ്ങൾക്ക് ഇങ്ങനെ പരത്തി ഉണ്ടാക്കണ പത്തിരി കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ മോൾട്ട് ഞാൻ അടുത്തത് ചുടാൻ പഠിക്കാട്ടോ എൻ്റെ ഒപ്പം നിന്നിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. നമ്മൾ നെയ്സ് പത്തിരി ആകുമ്പോൾ നന്നായിട്ട് പൊള്ളക്കും, പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. മോൾകുട്ടിയുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ പത്തിരിയൊക്കെ ഏകദേശം ചുടല് കഴിയാനായിട്ടുണ്ടോ. മോൾട്ടി വീഡിയോ എടുത്ത് ചടച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെയുണ്ടോ നമ്മുടെ വിശേഷങ്ങള്. നമ്മൾ എപ്പോഴും പൊടി ഒന്ന് തട്ടി കൊടുക്കണ്ടോ. നല്ലൊരു കോട്ടന്റെ തുണി എടുത്തിട്ട് പൊടി തട്ടുക. അപ്പൊ അങ്ങനെ പത്തിരി ചുടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തട്ടോ നമ്മളെ പത്തിരി നെയ്സ് പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പത്തിരി. ഇനി അടുത്ത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ചിക്കൻ കറിക്ക് ഞാൻ സവോള, പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇതാ ഞാൻ ചതച്ചെടുക്കാൻ പോവാണ്. സിമ്പിൾ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ വയറ്റിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ ചീന്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഒക്കെ ചതച്ചതാണ് കേട്ടോ അത്. അതിൽ നമ്മൾ മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ് കേട്ടോ, പെരിഞ്ചീരകം പൊടിച്ചത്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ.
അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തു, കിഴങ്ങും ഇട്ട് കൊടുത്തുട്ടോ, ചിക്കനും. പത്തിരി ആകുമ്പോൾ കുറച്ച് കറി ആവശ്യമുണ്ട്. കറിയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ കറിയായിട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. സിമ്പിള് കറി, സിമ്പിള് നോമ്പ് തുറയുണ്ടോ. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം തിളച്ച വെള്ളാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതില് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടോ. ഇത് കുക്കർ നിറയെ ഉണ്ടായതുകൊണ്ട് ഇതിന്റെ മുകളിൽ വരുമോന്ന് അറിയില്ല കേട്ടോ. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കുക്കറാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതിന്റെ മുകളിലൂടെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ വിസിലടിക്കുന്ന സമയത്ത്. ഇനി ഞാൻ കുറച്ച് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചായക്ക് ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ പൊടി ഇട്ട് കൊടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ ചായയുടെ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി കുറച്ച് തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ തേങ്ങ നന്നായിട്ട് ചോത്ത് വരട്ടെ. പെരിഞ്ചീരകവും ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതില്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നരച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ അത് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പൊ നമ്മളുടെ കറിയൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ട് കേട്ടോ. ഞാൻ തള വന്നതിന് ശേഷം ഇറക്കി വെക്കുക കേട്ടോ ചീന. ഇനി കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് തൂമിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പൊ കറി വെക്കുന്ന സമയത്ത് ഒന്ന് ഇങ്ങോട്ട് കയ്യുമ്മക്ക് വരാൻ ആയിട്ടോ. കയ്യുമ്മക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, ഒന്നും പറ്റിയില്ല. അങ്ങനെ നമ്മള് ചിക്കൻ കറി റെഡി ആയിട്ടോ. പിന്നെ ഇതാ നമ്മളെ മുന്തിരി കൊണ്ടുള്ള ജ്യൂസ് അടിക്കാണ്ടോ. അത് എപ്പോഴത്തെയും പോലെ തന്നെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ ജ്യൂസ് അടിക്കണത്. അപ്പൊ അങ്ങനെ ജ്യൂസിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ള ജ്യൂസൊക്കെ ഇതാ ക്ലാസ്സിൽ ഹസ്ബൻഡ് തന്നെ ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടില് ആദ്യം തന്നെ നോമ്പ് തുറക്കാനുള്ള ആളെ നമ്മൾ കണ്ടു നോക്കട്ടെ. ഇവിടെ ആരാണ് ആദ്യം നോമ്പ് തുറക്കണേന്ന്. അപ്പൊ നമ്മുടെ പൂച്ചയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഓരോ പൂച്ചകൾ വരും കേട്ടോ. ഞങ്ങളിവിടെ താമസം തുടങ്ങി അന്ന് തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ ഓരോ പൂച്ചകൾ വരും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പൂച്ച കേട്ടോ നോമ്പ് തുറക്കണേ. അപ്പൊ ഈ കറിയൊക്കെ നല്ല ചൂടുണ്ട്. അപ്പൊ ചൂടുകൊണ്ട് കഴിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഡൈനിങ് ടേബിളുമൊക്കെ ഇതാ നമ്മളെ നോമ്പ് തുറക്കേണ്ട എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ടുള്ള നോമ്പ് തുറയുണ്ടോ. നെയ്സ് പത്തിരി, പിന്നെ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ചിക്കൻ കറി, കട്ടൻ ചായ, പച്ചവെള്ളം കൊണ്ടാട്ടോ നമ്മൾ നോമ്പ് തുറക്കണത്. കുറച്ച് പഴം ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾക്ക് ഇന്ന് നോമ്പ് തുറക്കാന്. ഒരു സിമ്പിൾ ആയിട്ടുള്ള നോമ്പ് തുറ കേട്ടോ. നമ്മുടെ വീഡിയോ എടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ ഹസ്ബൻഡാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡ് കേട് വന്നു കേട്ടോ. ഞങ്ങളുടെ സ്റ്റാൻഡ് കേട് വന്നു. അപ്പൊ മൊബൈൽ വെക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ ഹസ്ബൻഡാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. ഹസ്ബൻഡ് പെട്ടെന്ന് നോമ്പ് തുറന്നിട്ട് പിന്നെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. അപ്പൊ അതാ ഞാനും മോൾട്ടിയും നോമ്പ് തുറന്നു ചായ കുടിക്കണ്ടോ. അപ്പൊ ഇതൊക്കെ ഉണ്ടോ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങള്, ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നുണ്ടോ. ഇനി ഹസ്ബൻഡ് ചായക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോ എടുക്കാൻ സ്റ്റാൻഡ് കടന്ന് കംപ്ലൈന്റ് ആയതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് ഒരു കൈ കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, ചായ കുടിക്കണതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, കമന്റ് ചെയ്യുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങള്. ഓക്കെ ബൈ, അസ്സലാമലൈക്കും.